ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം മൺഡേ മുതൽ അച്ഛന് ഫൈനൽ എക്സാം തുടങ്ങിയാണ്. അതിൻ്റെ ടെൻഷനും ബഹളമൊക്കെ ആയിരിക്കും ഇനി വരുന്ന 2 ആഴ്ച മൊത്തം. അപ്പോൾ അതിന് മുന്നേ അവനെ ഒന്ന് ഫ്രീ ആക്കി സന്തോഷമാക്കി അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ സന്തോഷത്തോടെ പഠിച്ചോളൂല്ലോ. അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ശോഭ സിറ്റി. അപ്പോൾ മിക്കപ്പോഴും സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയാണ് പോവാറ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് അവനറിയാം. അതിൻ്റെ ഒരു സന്തോഷം അവനുണ്ട്. ഇന്ന് എനിക്ക് അവധി ദിവസം ആയതുകൊണ്ട് 1-2 മണിക്കൂർ ഞാൻ അവനെ ഇരുത്തി പഠിപ്പിച്ചു കേട്ടോ. അതിൻ്റെ തലയൊക്കെ പുകഞ്ഞാണ് അവൻ ഇരിക്കുന്നതും. പിന്നെ എനിക്കും പാവം തോന്നി, എപ്പോഴും ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ചാലും അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനെ ഗ്യാപ്പ് ഇട്ടാണ് കേട്ടോ പഠിപ്പിക്കാറ്. ഒരു 1 അവർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കളിക്കാനൊക്കെ സമ്മതിച്ച് അങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കാറ്. അങ്ങനെ വണ്ടി പാർക്കിങ്ങിലൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പയ്യെ ലിഫ്റ്റിൽ കയറി മേളിലേക്ക് യാത്രയായിട്ടോ. നടന്നു പോകുമ്പോഴെല്ലാം അച്ഛനും മോനും കൂടെ ഭയങ്കര വർത്താനായിരുന്നു. അത് വേണം ഇത് വേണം, എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ആയിട്ട് അവനവൻ്റെ ആവശ്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ കള്ളത്തരങ്ങളും അതവൻ്റെ ചിരി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അച്ഛനെ സോപ്പിട്ട് ലിഫ്റ്റിലൊക്കെ കയറി മേലെ എത്തിയപ്പോഴത്തേക്കും സിനിമയ്ക്ക് സമയമായിട്ടുണ്ടായിരുന്നു. നേരെ ഫിലിം കാണാൻ വേണ്ടിയിട്ട് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ അവന് കളിക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് കയറിയത്. തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് പോയി സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി ഇരുന്നു. അപ്പോഴത്തേക്കും അവൻ്റെ മുഖമൊക്കെ ചെറുതായിട്ട് വാടി തുടങ്ങി കേട്ടോ. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് നല്ല ഫിലിമാണ്, പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിച്ച് നോക്കും നല്ല ഫിലിമാണെന്ന് കേട്ടോ. അച്ഛനെ കൊണ്ടൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവി ആണെങ്കിലേ നമ്മൾ പോകാറുള്ളൂ. അങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി. ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ എന്തെങ്കിലും വാങ്ങിച്ചോട്ട് പോക്കില്ല കേട്ടോ. ഇൻ്റർവെൽ ആകുന്ന സമയത്താണ് നമ്മൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിക്കാറ്. പിന്നെ ഓടിപ്പോയി സീറ്റ് പിടിക്കാൻ അച്ഛൻ്റെ പണിയാണ്. അതിനായിട്ട് അവൻ തന്നെ ആദ്യം പോയി സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്പറൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് സീറ്റിൽ കയറി ഇരിക്കുകയെ. ഇൻ്റർവെല്ലായി ഫിലിം. അപ്പോഴത്തേക്ക് അവൻ ഇറങ്ങി ഓടുന്നത് കണ്ടോ. ഈ ഓട്ടം എങ്ങോട്ടായിരിക്കും എന്നറിയാവോ? ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ ഈ വന്നിരിക്കുന്നത്? ഇതിനായിരുന്നു അവൻ ഓടിയത്. അവൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ഇൻ്റർവെല്ലാകുമ്പോഴത്തേക്ക് ഒറ്റ ഓട്ടമാണ് അച്ഛൻ്റെ കൂടെ. പിന്നെ വല്ലപ്പോഴും അല്ലേ നമ്മൾ ഇതിനൊക്കെ നിൽക്കുന്നത്, അവരുടെ സന്തോഷം കൂടി നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ടത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഫിലിം കാണുന്നതിൻ്റെ ഇടയിൽ പോപ്കോണും നഗേറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ട് അധികം ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ചുകുട്ടി മാത്രമല്ല, ഞാനും മനുവേട്ടനും ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകാം, അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാൻ എല്ലാം തിരിഞ്ഞു. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വിശപ്പ് മാറി. ഇനി വീട്ടിൽ ചെന്ന് വീട്ടിലുള്ള എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയായി. ഈ ഓട്ടം കണ്ടോ, ഈ ഓട്ടം എങ്ങോട്ടായിരിക്കും എന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇവിടെ പോകുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഞാൻ മനുവേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. മനുവേട്ടൻ കാർഡ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. അപ്പോൾ അച്ചു ഓടിപ്പിടിച്ച് ദാണ്ട കയറിയിട്ടുണ്ട്. അവൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാണേ. ഇതിന് വേണ്ടിയിട്ടാണ് അവ ശോഭ സിറ്റിയിൽ വരുന്നത് തന്നെ. അല്ലാതെ ഞങ്ങളുടെ കൂടെ സിനിമ കാണാമെന്നുള്ള സന്തോഷമൊന്നും അല്ല കേട്ടോ. അത് വളരെ കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കളിക്കാലോ എന്നുള്ളൊരു സന്തോഷം മാത്രമാണ് അവൻ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ഒരു കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പൈസയൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആവശ്യമുള്ളതിലൊക്കെ കയറി കളിക്കാം കേട്ടോ. അവൻ അവിടുത്തെ പെന്നും പെൻസിലൊക്കെ നോക്കി ഭംഗിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കിട്ടുമോ, ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ, അതോ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണെന്നൊക്കെ ചോദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുക. അതിൻ്റെ ഇടയിൽ അവൻ ഇഷ്ടമുള്ള ടോയ്സൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇതിൽ കയറിയിരുന്നു. അവനോട് ആ പയ്യൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ കുറേ ഏതാണ്ടൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനൊക്കെ ചിരിച്ച് മറുപടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കണ്ണിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു, ഓ അവന് പേടിയാവുമായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ ഇടുമായിരിക്കുന്നു. പക്ഷെ ഒരനക്കം ഉണ്ടായിരുന്നില്ല. അനക്കം ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളോടത്ത് ഇനി ഇതവൻ കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് പോയി കേട്ടോ. ഇടയ്ക്ക് മനുവേട്ടൻ അവൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ലേ എന്ന്. അതുപോലെയായിരുന്നു അവൻ്റെ ഇരിപ്പ്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, റെയിൽ പാളത്തിൽക്കൂടെയൊക്കെ ഞാൻ പോയി, ഭയങ്കര അഡ്വഞ്ചറായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും അവൻ്റെ സന്തോഷമല്ലേ വലുത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളിൽ കൂടെയൊക്കെ നടന്ന് കയറി കണ്ട് കളിച്ച് ഒക്കെയാണ് കേട്ടോ വന്നത്. പിന്നെ ഇവിടെയുള്ള പയ്യന്മാരെല്ലാം ഭയങ്കര രസമാണ്. പിള്ളേരോടൊക്കെ നല്ല വർത്താനമൊക്കെ പറഞ്ഞ് നല്ല കമ്പനി ആയിട്ടാണ് അവരുടെ അടുത്ത് ഇടപെടുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. അല്ലാതെ മിണ്ടാതെയൊക്കെ നിന്ന് കഴിയുമ്പം പിള്ളേർക്കും ഒരു വിഷമമായിരിക്കും. ഇത് കണ്ടോ മനുവേട്ടൻ പോയി ചോദിക്കുന്നത് അവനോട്, നീ കാണുന്നുണ്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണെങ്കിലും മനുവേട്ടന് ആവശ്യത്തിന് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കളിയാക്കുമായിരുന്നു മനുവേട്ടനെ നിന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട്.
എനിക്ക് പറ്റുന്ന ചെറിയ ചെറിയ ഗെയിംസ് ഞാനും അവിടെ ചെയ്തു കേട്ടോ. നമ്മളും ഇപ്പോഴും കുട്ടികളെ പോലെയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നില്ലേ. അതുകൊണ്ട് കിട്ടുന്ന അവസരമൊന്നും ഞാനും പാഴാക്കാറില്ല. അത് വലിയൊരു സത്യമാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ ഗെയിമിൻ്റെ ഇടയിൽ ഞങ്ങളും വലിഞ്ഞു കയറി ഞങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം പാളിപ്പോയി എന്ന് മാത്രം. അവനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു, ഇതെന്തിനാ അമ്മ ഇതിൻ്റെ ഇടയിൽ വന്ന് കയറുന്നതെന്നുള്ളൊരു ദേഷ്യം അവനും ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ അവനും അതൊരു രസമായി, അവനും എന്നെ കുറച്ച് നേരം കൂട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് മല്ലിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാർഡിലെ കാശ് തീരുമ്പോൾ പയ്യെ നമ്മൾ ഇറങ്ങിപ്പോരും. അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നത്. എല്ലാത്തിലും കയറി അവസാനം അവിടെ കിടന്ന കാറിലും കയറി കുറച്ചു നേരം ഓടിച്ച് കളിച്ചിട്ടൊക്കെയാണ് അച്ചു അവിടെ നിന്ന് ഇറങ്ങി വരാൻ തയ്യാറായത് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം കാർഡിലെ കാശും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള പയ്യന്മാരുടെ പേര് ഇർഷാൻ, വിപിൻ എന്നൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അവരോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ. കാരണം അവർ ഭയങ്കര കാര്യമായിട്ടാണ് അച്ഛനോട് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. ആ 2 പയ്യന്മാരെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവരുടെ പേരൊക്കെ ചോദിച്ച് അവരോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നതും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് കേട്ടോ ഒരു ബുക്ക് സ്റ്റോൾ കണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ എവിടെ ബുക്ക് ഷോപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം കയറി ഒന്ന് നോക്കാറുണ്ട്. നോക്കുക മാത്രമല്ല ഒരു കുഞ്ഞു ബുക്കെങ്കിലും വാങ്ങിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് അച്ഛൻ്റെ സാധനങ്ങളൊക്കെ പറക്കാൻ തുടങ്ങി. പെൻസിലും പേനയൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. ഞാൻ നേരെ ബുക്ക് കിട്ടുന്നിടത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്ന അത്ര കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും കുറേ ബുക്സുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ മേടിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക് കേട്ടോ. എപ്പോഴേലൊക്കെ സമയം കിട്ടുമ്പോൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഈ മാമാ എർത്തിൻ്റെയും ഒക്കെ മുന്നിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇഷ്ടത്തിന് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവർ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലിനനുസരിച്ച് അവർ നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കി തരുവേ. 50 ml 100 ml അങ്ങനെയൊക്കെ വീതം നമുക്ക് ബോട്ടിലാക്കി തരും കേട്ടോ. ഞാൻ 50 ml ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളത് യൂസ് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ അവിടെ വെക്കും. അതുകൊണ്ട് ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വഴിയിൽ കണ്ടതെല്ലാം വാങ്ങിച്ച് പെറുക്കി കെട്ടി നടന്നപ്പോഴാണ് അച്ചുകുട്ടനെ അവിടെ നിന്ന് മിഠായിൻ്റെ നേരെ നോക്കി ഗോഷ്ടി കാണിക്കുന്ന കണ്ടത് കേട്ടോ. ഹൗസ് ഓഫ് ക്യാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്കിങ്ങനെ 100 ഗ്രാമൊക്കെ മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. 200 ഗ്രാം മുതലാണെന്ന് തോന്നുന്നു അവർ വിൽക്കുന്നത്. 100 ഗ്രാം അല്ല, 200 ഗ്രാമാണ് കേട്ടോ. 200 ഗ്രാം മുതൽ നമുക്ക് പാക്കറ്റിൽ മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടിയിട്ട് മേടിക്കാൻ പറ്റും കേട്ടോ. ഒരെണ്ണം തന്നെ 200 മേടിക്കണം എന്നില്ല. അങ്ങനെ ഇതെല്ലാം മേടിച്ച് കയ്യിൽ പിടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കേട്ടോ. ആർക്കും പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. ആർക്കും ഒരു വിശപ്പും ഇല്ലായിരുന്നു. ആവശ്യത്തിനുള്ളതെല്ലാം കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഇനി നാളെ മുതലായിരിക്കും പഠിത്തം വീണ്ടും തുടങ്ങുക. എക്സാമിൻ്റെ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെ ആയിട്ട് ഒരു 2 ആഴ്ചത്തേന് ഒരു രീതിയിലുള്ള സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി 2 മാസത്തിന് സ്കൂൾ അടയ്ക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട് കേട്ടോ. കളിച്ചും ചിരിച്ചും ഒരു ടെൻഷനും ഇല്ലാതെ പിള്ളേർക്ക് വീട്ടിലിരിക്കാം. എന്താണെങ്കിലും അടുത്ത വിശേഷവും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.